മൂന്നാമത്തെ വയസ്സിൽ തന്റെ അനിയത്തി തന്നെ വിട്ടു പോയതിന്റെ ദുഃഖത്തിൽ ഡിപ്രഷനിലേക്ക് വരികയും ചെയ്ത ഒരു വ്യക്തി കാലം ഇത്ര കഴിയുമ്പോൾ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് എല്ലാവരുടെയും നെഞ്ചിൽ കുടിയിരിക്കുന്ന ദളപതി വിജയിനെ പറ്റിയാണ്. 1974 ജൂൺ 22-നാണ് ഡോക്ടർ വിജയ് ജോസഫ് ചന്ദ്രശേഖർ എന്ന നമ്മുടെ ദളപതി ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് പൂർണ്ണമായും ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫിലിം ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറുമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഗായികയുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെയധികം ആക്റ്റീവും എന്ത് കാര്യത്തിലും അഭിപ്രായം പറയുന്ന കൂടുതൽ വികൃതിയുമായ ഒരു കുട്ടിയായിരുന്നു വിജയ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് ഒരു പുതിയ അതിഥി കൂടെ വരികയാണ്, അദ്ദേഹത്തിന്റെ കുഞ്ഞനുജത്തി. അങ്ങനെ ആ കൊച്ചു കുടുംബത്തിന്റെ ജീവിതം വളരെയധികം സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ ദുരന്തം വന്നെത്തിയത്. വിജയുടെ കുഞ്ഞനുജത്തി മരണപ്പെട്ടതോടുകൂടി കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണ്. ആ ദുരന്തം വളരെയധികം ആക്റ്റീവായിരുന്ന വിജയിനെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളിവിടുകയാണ്. മകളുടെ മരണത്തിന്റെ ഷോക്കിൽ നിന്നും തന്റെ അച്ഛനും അമ്മയും കരകയറിയെങ്കിലും വിജയ്ക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഏത് സമയവും ഒറ്റയ്ക്കിരിക്കുന്ന രീതിയിലേക്ക്, വളരെയധികം സൈലന്റ് ആയ ഒരു രീതിയിലേക്ക് മാറി വരികയായിരുന്നു. വിജയുടെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് മാറ്റാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫിലിം ഡയറക്ടറായ അച്ഛൻ അദ്ദേഹത്തെ സിനിമയിലേക്ക് അഭിനയിപ്പിക്കാമെന്നൊരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ 1984 വെട്രി എന്ന് പറയുന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി വിജയ് സിനിമയിലേക്ക് കടന്നു വരികയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മാത്രം വളരെയധികം ആക്റ്റീവ് ആകുന്ന വിജയ് ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ സൈലന്റായി അദ്ദേഹം ഒറ്റയ്ക്ക് മാറിയിരിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലം വരികയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കോളേജ് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്തുകൊണ്ട് തനിക്കൊരു ആക്ടർ ആയിക്കൂടാ. അങ്ങനെ അദ്ദേഹം തന്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തന്റെ ആക്ടിംഗ് കരിയർ തിരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ തുടരണമെന്നും അദ്ദേഹത്തിന് ഒരു നായകനാകണമെന്നും പറയുകയാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ അച്ഛന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അദ്ദേഹം വിജയ്ക്ക് ഫിലിമിന്റെ ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സിനിമയിൽ നെഗറ്റീവ് വശങ്ങളും ധാരാളമായി ഉണ്ട്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിജയെ കൺവിൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്നും സാധിച്ചില്ല. വിജയ് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെയായപ്പോൾ തന്റെ മകന്റെ വാശിക്ക് മുമ്പിൽ ആ പിതാവിന് തോറ്റുകൊടുക്കേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം തന്റെ മകനെ കൊണ്ട് ഒരുപാട് രംഗങ്ങൾ അഭിനയിപ്പിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ മകന്റെ കരിയർ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അങ്ങനെ വിജയ് ആദ്യമായി തന്റെ ആക്ടിംഗ് കരിയറിലേക്ക് 1992 തന്റെ അച്ഛൻ തന്നെ നിർമ്മിച്ച നാലേ എതിർപ്പ് എന്ന മൂവിയിലൂടെ സിനിമാ രംഗത്തേക്ക് വരികയാണ്. തന്നെ കൊണ്ട് കഴിയുന്നത്ര മാക്സിമം രീതിയിൽ അഭിനയം ഈ സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചുവെങ്കിലും ഡിസംബർ 22 മൂവി ഇറങ്ങിയിട്ട് ഡിസംബർ 25 ആകുമ്പോഴേക്കും ഈ മൂവിയെ പറ്റി പലവിധ വിമർശനങ്ങളും വരികയാണ്. അതിലേറ്റവും കൂടുതലായി വന്ന വിമർശനം ഈ പയ്യന് അഭിനയിക്കാനേ അറിയില്ല എന്നതായിരുന്നു. ഡിസംബർ 25 ക്രിസ്മസ് ലോകം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയ് അന്നത്തെ ദിവസം പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങനെ 1992 ഡിസംബർ 25 രാത്രിയിൽ വിജയ് ഒരു തീരുമാനമെടുക്കുകയാണ്. തനിക്കൊരു ഭാവി ഉണ്ടെങ്കിൽ, ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അത് ഈ സിനിമാ മേഖലയിൽ തന്നെയായിരിക്കും. താനൊരു മികച്ച നടനായി മാറുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. ഒരുപാടധികം വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം പോസിറ്റീവ് വശങ്ങളെ മാത്രം എടുത്തുകൊണ്ട് വിജയ് തന്റെ അഭിനയത്തെ ഓരോ പടത്തിലൂടെയും മികവുറ്റതായി തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ 1996 അദ്ദേഹത്തിന്റെ ബ്രേക്ക് ത്രൂ ഫിലിം എന്ന് പറയാവുന്ന പൂവേ ഉനക്കാകെ എന്ന പടത്തിൽ അഭിനയിക്കുകയാണ്. അതിനുശേഷം തുള്ളാതമനവും തുള്ളും, ഖുഷി എന്നീ പടങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ താരപദവി ഉറപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിനയ മികവുകൊണ്ട് തന്നെ വിമർശിച്ചവരെയെല്ലാം അദ്ദേഹത്തിന്റെ ആരാധകരാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്റെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവും കൊണ്ട് വിജയ് വിജയങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വ്യക്തി എന്ന പട്ടികയിൽ ഒരുപാട് കാലം വിജയ് സ്ഥാനം പിടിച്ചിരുന്നു. ഇതിനിടയിൽ നിരവധി അവാർഡുകളും കണ്ടിന്യൂസ് ആയി ഇറങ്ങിയ പടങ്ങളിൽ 100 കോടി ക്ലബിൽ കയറി എന്ന ക്രെഡിറ്റും വിജയ് എന്ന നടന് സ്വന്തമായി. തന്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഡിപ്രഷനിലേക്ക് പോയ ഒരു ബാലൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ കഠിനാധ്വാനവും അഭിനയ മികവും കൊണ്ട് ഇളയ ദളപതിയായി ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചിൽ കുടിയേറുന്ന ദളപതിയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ വാക്കുകളുണ്ട്, ഫ്ലൈ എബോവ് നെഗറ്റിവിറ്റി. നമ്മൾക്ക് നേരെ എന്ത് തന്നെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടായാലും അതിന്റെ എല്ലാത്തിന്റെ മുകളിലൂടെ പറന്ന് വിജയസ്ഥാനത്ത് തന്നെ എത്തുക. എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു ആക്ടർ തന്നെയാണ് ഡോക്ടർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ. അപ്പോൾ ഇന്ന് 2024 ജൂൺ 22 വിജയുടെ 50ാം പിറന്നാൾ. ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിനായി സമർപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.